നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. സോളാറും പാമോയിലും ടൈറ്റാനിയവും മാറ്റിവെച്ച് 3.5 കോടി മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് വാരം പുലർന്നത്. ഉത്രാട ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പതിവ് പോലെ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ദേവസ്വം ചെയർമാൻ ചന്ദ്രമോഹനും മന്ത്രി CN ബാലകൃഷ്ണനും ഭഗവാന് പഴക്കുല സമർപ്പിച്ചു. എന്നാൽ കണ്ണോത്ത് കുടുംബത്തിൽ നിന്ന് ആരും കാഴ്ചക്കുല വച്ചില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൃക്കാക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. മുസ്ലിം ലീഗുകാർക്ക് മനപ്രയാസം ഉണ്ടാകേണ്ട എന്ന് കരുതി പഴക്കുല വയ്ക്കാതെ പച്ചക്കുലയാണ് കുഞ്ഞുഞ്ഞു വെച്ചത്. ഓണം പ്രമാണിച്ച് സകല സാധനങ്ങൾക്കും വില കുതിച്ചു കയറി. വെളിച്ചെണ്ണയ്ക്കും പച്ചക്കറിക്കും തീ വിലയായി. പൊതുവിതരണ സംവിധാനം അമ്പേ പരാജയപ്പെട്ടു. ഓണച്ചന്തകൾ നോക്കുകുത്തിയായി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിനെ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ ജനസമ്മാൻ പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിച്ചു. 1,11,011 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് സമ്മാനം. കേരളം കണ്ട ഏറ്റവും വഷളൻ ഭക്ഷ്യമന്ത്രിക്കുള്ള പുരസ്കാരമാണ് പ്രവാസികൾ നൽകുന്നത് എന്ന് തോന്നുന്നു. സെപ്റ്റംബർ 18-ന് അജ്മാനിലെ ഓണച്ചന്തയിൽ വച്ചാണ് സമ്മാനദാനം. മെഗാസ്റ്റാർ മമ്മൂട്ടി പിറന്നാൾ ആഘോഷിച്ചതാണ് ഈ ഓണക്കാലത്തുണ്ടായ മറ്റൊരു പ്രധാന സംഭവം. തിരുവോണവും മമ്മൂക്കയുടെ ജന്മദിനവും ഒരേ ദിവസമായത് തികച്ചും യാദൃച്ഛികമാകാൻ ഇടയില്ല. മാതൃഭൂമിയാകട്ടെ മലയാള മനോരമയാകട്ടെ മെഗാസ്റ്റാറിൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് എന്ന കാര്യം പുറത്തുവിട്ടില്ല. എന്നാൽ ദീനി വിശ്വാസികൾ നടത്തുന്ന വഴിത്തിരിവ് പത്രം ഒരു ദിവസം വൈകിയാണെങ്കിലും ആ പരമരഹസ്യം പരസ്യമാക്കി. 1951 സെപ്റ്റംബർ 7-നാണ് മെഗാസ്റ്റാർ പൂജാതനായതത്രേ. തെളിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് വയസ്സ് 63 തികഞ്ഞു. സന്തൂർ സോപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേയില്ല. സിനിമാ നടൻ പൃഥ്വിരാജിന് പെൺകുഞ്ഞ് പിറന്നതാണ് ഈ ഓണക്കാലത്തുണ്ടായ മറ്റൊരു പ്രധാന സംഭവം. ഓണത്തിന് പിറ്റേന്ന് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ വെച്ചാണ് പൃഥ്വിരാജിൻ്റെ പത്നി തിരുവയറൊഴിഞ്ഞത്. അവിട്ടവും ചതയവും ഒരേ ദിവസം തന്നെ ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം ഏതാണെന്ന് ഒരു പത്രത്തിലും കണ്ടില്ല. ഇമാതിരി കാര്യങ്ങൾ ശുഷ്കാന്തിയോടെ റിപ്പോർട്ട് ചെയ്യുന്ന മലയാള മനോരമ വാർത്ത മൊത്തമായി മിസ് ചെയ്യുകയും ചെയ്തു. കഷ്ടം എന്നേ പറയാവൂ. തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം പുലയ സമുദായക്കാർ അവിട്ട ദിനമായും ഈഴവർ ചതയ ദിനമായും കൊണ്ടാടി. മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണ് അവിട്ടം. പുലയ മഹാസഭയിലെ ബാബു ഗ്രൂപ്പ് ഡൽഹിയിലാണ് അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചത്. സാക്ഷാൽ നരേന്ദ്രമോദി ജയന്തിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. പുലയ മഹാസഭയെയും SNDPയെയും മാറ്റി നിർത്തി നവോത്ഥാന ചരിത്രം എഴുതാനാവില്ല എന്ന് മോഡി സാർ പ്രഖ്യാപിച്ചു. അത് കേട്ട് ഈഴവരും പുലയരും ഒരുപോലെ കൈയടിച്ചു. 1913 കൊച്ചിയിൽ നടത്തിയ കായൽ സമ്മേളനത്തിൻ്റെ കാര്യം പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു. മാതൃഭൂമിയും മലയാള മനോരമയും അത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ വാർത്ത വായിച്ച് ധീവര സമുദായക്കാർ ചൂടായി. കായൽ സമ്മേളനം നടത്തിയത് KP വളവനായിരുന്നെങ്കിലും അതിൻ്റെ ബുദ്ധി കേന്ദ്രം പണ്ഡിറ്റ് കറുപ്പനായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടി. പുലയ മഹാസഭക്കാർ മാപ്പ് പറയണം, നരേന്ദ്രമോദി പ്രസംഗം പിൻവലിക്കണം എന്ന് അവരാവശ്യപ്പെട്ടു. കുറഞ്ഞപക്ഷം അടുത്ത പ്രസംഗത്തിൽ കറുപ്പൻ മാഷിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമായ ചതയം SNDPയുടെ സകല ശാഖകളും ഗംഭീരമായി ആഘോഷിച്ചു. നാട്ടിലെങ്ങും ചതയദിന ഘോഷയാത്രകൾ നടന്നു. നാടും നഗരവും മഞ്ഞക്കടലായി മാറി. ചതയദിനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രകാശാനന്ദ സ്വാമി എഴുതിയ ലേഖനം കേരള കൗമുദി എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു. ഹിന്ദുത്വവാദികളുടെ ജന്മഭൂമി വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ലേഖനമാണ് പ്രസിദ്ധീകരിച്ചത്. കോട്ടയത്തു നിന്ന് പുറപ്പെടുന്ന മംഗളം ഒരു പടി കൂടി മുന്നോട്ട് പോയി. തുഷാർ വെള്ളാപ്പള്ളിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചു. ഗുരുദേവൻ്റെ ജന്മം കൊണ്ട് ധന്യമായ ചെമ്പഴന്തിയിൽ വമ്പിച്ച മതസൗഹാർദ്ദ ഘോഷയാത്ര നടന്നു. പക്ഷേ സംഘാടകർക്ക് ഒരു അക്കിടി പറ്റി. മതസൗഹാർദ്ദത്തിൻ്റെ സ്പെല്ലിംഗ് തെറ്റി. സൗഹാർദ്ദത്തിൻ്റെ ഇർദയ്ക്ക് പകരം സ്പർദ്ധയുടെ ഇർദയായിപ്പോയി. മതസൗഹാർദ്ദത്തിൻ്റെ സ്പെല്ലിംഗ് അറിയാത്തവരാണ് ഇപ്പോൾ ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോലുമുള്ളത്. വെറുതെയല്ല, ജാതിഭേദവും മതദ്വേഷവും മൂർച്ഛിച്ച് കേരളം വീണ്ടും ഭ്രാന്താലയമാകുന്നത്. ശിവഗിരിയിൽ ഇത്തവണയും വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിത്തൊഴിച്ചില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യാതിഥി. ശ്രീനാരായണ ഗുരുദേവൻ്റെ മദ്യനയമാണ് UDF സർക്കാരിന് പ്രചോദനമെന്ന് ഉമ്മൻജി തട്ടിവിട്ടു. വെച്ചകാൽ പുറകോട്ടെടുക്കില്ല, എന്തു തന്നെയായാലും ബാറുകൾ പൂട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചു. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് ശ്രീനാരായണീയരെ അദ്ദേഹം ഉപദേശിച്ചു. ഉമ്മൻ ഗുരുവിൻ്റെ ഗിർവാണം ഈഴവ സമുദായ ഉടമസ്ഥനെ ഈറപിടിപ്പിച്ചു. UDF സർക്കാരിൻ്റെ മദ്യനയം ശുദ്ധ ഭോഷ്കാണെന്ന് മുതലാളി പ്രഖ്യാപിച്ചു. ഈഴവരെ കുത്തുവാളയെടുപ്പിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. മദ്യനയം ഉടൻ തിരുത്തണം, അല്ലെങ്കിൽ വിവരമറിയും. ഇതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് വെല്ലുവിളിച്ചു. നടേശൻ മുതലാളി അവിടം കൊണ്ട് നിർത്തിയില്ല. കോൺഗ്രസ് നേതാക്കൾ പ്രതിച്ഛായ നിർമ്മാണ യജ്ഞമാണ് നടത്തുന്നതെന്ന് പരിഹസിച്ചു.
പാവപ്പെട്ടവരുടെ ബാർ പൂട്ടിച്ച് ഇമേജ് ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും മത്സരിക്കുന്നത് എന്ന് പുച്ഛിച്ചു. NSS പ്രസിഡന്റ് നരേന്ദ്രനാഥൻ നായരും ഏതാണ്ട് ഇതേ രീതിയിലാണ് പ്രതികരിച്ചു കേട്ടത്. ഏതായാലും SNDPയുടെയും NSSൻ്റെയും നേർ വിപരീത ദിശയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത ചിന്തിച്ചത്. സർക്കാരിൻ്റെ മദ്യനയത്തെ സർവാത്മന അഭിനന്ദിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് പെരുന്തോട്ടം എഴുതിയ ഇടയലേഖനം എല്ലാ പള്ളികളിലും വായിച്ചു. സുധീറിൻ്റെയും ഉമ്മൻ്റെയും ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി കത്തോലിക്കർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സഭാപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും മദ്യപാനം പാടില്ല എന്നാണ് പെരുന്തോട്ടം പിതാവിൻ്റെ പ്രധാന കൽപ്പന. പക്ഷേ കത്തോലിക്ക തിരുസഭ മുമ്പ് പുറപ്പെടുവിച്ച കൽപ്പന നാളിതുവരെ നടപ്പായിട്ടില്ലെന്ന് മാതൃഭൂമി പത്രം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു. വിശ്വാസികളാകട്ടെ വൈദികരാകട്ടെ മദ്യവർജനം പ്രാവർത്തികമാക്കിയിട്ടില്ല. സീറോ മലബാർ സഭയ്ക്ക് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിലാണ് ബാറുകൾ കൂടുതലുള്ളതും ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളിൽ തലക്കിടി നടക്കുന്നതും. മദ്യവർജനത്തിൻ്റെ കാര്യത്തിൽ കത്തോലിക്ക തിരുസഭ ഒറ്റയ്ക്കല്ല. മാർത്തോമ സഭയും ഉമ്മൻ സർക്കാരിന് പിന്തുണ നൽകുന്നു. മദ്യരഹിത കേരളമാണ് സഭയുടെ സ്വപ്നമെന്ന് ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ എറണാകുളത്തെ പ്രസിഡൻസി ബാർ അടച്ചുപൂട്ടുമോ എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മദ്യവർജനത്തോടും മദ്യനിരോധനത്തോടും യോജിപ്പാണെങ്കിലും ഉമ്മൻ സർക്കാരിൻ്റെ മദ്യനയത്തോട് CSIക്ക് തീരെ മതിപ്പില്ല. ഉമ്മൻചാണ്ടി വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണെന്ന് മധ്യകേരള മഹാ ഇടവകയുടെ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ തുറന്നടിച്ച് പറഞ്ഞു. മധ്യകേരളത്തെ മാത്രമല്ല മൊത്തം കേരളത്തെയും മധ്യകേരളമാക്കാനാണ് പാവം മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പങ്കപ്പാട് ബിഷപ്പിന് മനസ്സിലാകുകയില്ല. UDF സർക്കാരിൻ്റെ മദ്യനയം പരമ അസംബന്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ തട്ടിമൂളിച്ചു. പിണറായി വിജയന് മാത്രമേ അതിനോട് യോജിപ്പുള്ളൂ എന്നൊരു പൂളും വെച്ചു. മാധ്യമ സിൻഡിക്കേറ്റുകാർ അച്ചുമ്മാൻ്റെ അഭിപ്രായ പ്രകടനം കഴിയും വിധം ആഘോഷിക്കുകയും ചെയ്തു. അച്യുതാനന്ദൻ്റെ അഭിപ്രായത്തോട് മന്ത്രി ഷിബു ബേബി ജോൺ യോജിച്ചു. മദ്യനയം അപ്രായോഗികമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നാൽ ഷിബുവിൻ്റെ അഭിപ്രായം വ്യക്തിപരമാണ്. ബാർ പൂട്ടുന്നതിൽ വിഷമമുള്ള മന്ത്രിമാർ വേറെയുമുണ്ട് എന്ന് ഉമ്മൻഗാന്ധി വിശദീകരിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി അസീസ് സാഹിബും അതുതന്നെ ആവർത്തിച്ചു. മദ്യവർജനത്തിൻ്റെ കാര്യത്തിൽ UDF ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിച്ചു. ഓണക്കാലത്ത് മൊത്തം 92 കോടി രൂപയുടെ മദ്യം ചെലവായി എന്ന് മലയാള മനോരമ കണക്കുകൂട്ടി മാലോകരെ അറിയിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 7.5 കോടി കൂടുതലാണെന്നും കൂട്ടിച്ചേർത്തു. ഓണക്കൊടിയിൽ 1ാം സ്ഥാനത്തെത്തിയത് കരുനാഗപ്പള്ളിയാണ്. ചാലക്കുടി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പിറ്റേ ദിവസം ഇതേ വാർത്ത മാധ്യമവും സിറാജും സ്ഥിരീകരിച്ചു. ബാർ പൂട്ടിയാലൊന്നും കുടി കുറയില്ല എന്ന മദ്യമന്ത്രിയുടെ സിദ്ധാന്തം അതോടെ സത്യമെന്ന് തെളിഞ്ഞു. പക്ഷേ VM സുധീരൻ ഭയപ്പെട്ട പോലെ ഓണത്തിന് മദ്യദുരന്തം ഉണ്ടായില്ല താനും. ഓണത്തിന് 92 കോടിയുടെ മദ്യം ചെലവായപ്പോൾ വെറും 9 കോടിയുടെ പാലാണ് മിൽമ വിറ്റത്. മലയാളികൾക്ക് മദ്യമാണ് പാലിനേക്കാൾ പ്രിയങ്കരം എന്ന് VM സുധീരൻ പോലും സമ്മതിച്ചേ മതിയാവും. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ പുലിക്കളിയും ആറന്മുളയിൽ ഉത്രട്ടാതി വള്ളംകളിയും നടന്നു. കുന്നംകുളത്ത് ഓണത്തല്ലും പതിവൊപ്പിച്ച് നടന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ് പതിവ് പോലെ പരിപാടിയിൽ പങ്കെടുത്തതും തല്ല് കൊണ്ടതും കൊടുത്തതും. കുന്നംകുളത്തെ ബുദ്ധിശാലികളായ ക്രിസ്ത്യാനികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക മാത്രം ചെയ്തു. പ്ലാനിംഗ് ബോർഡ് മെമ്പർ CP ജോൺ സമ്മാനദാനവും നിർവഹിച്ചു. നായന്മാരും ഈഴവരും വിവിധ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും ചേരിതിരിഞ്ഞ് ഓണത്തല്ല് തുടരവേ സെപ്റ്റംബർ 12 പിറന്നു. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ പൂട്ടാൻ ഉമ്മൻചാണ്ടി മുഹൂർത്തം നിശ്ചയിച്ച ദിവസം. ബാർ ഉടമകളും തൊഴിലാളികളും മദ്യപാനികളും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കവേ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തി. ഫാലിയസ് നരിമാൻ, രാം ജത്മലാനി, രാജീവ് ധവാൻ എന്നിങ്ങനെ തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റാൻ പോകുന്ന ഗജവീരന്മാരെയാണ് ബാർ ഉടമകൾ രംഗത്തിറക്കിയത്. കേരള സർക്കാരിന് വേണ്ടി കപിൽ സിബൽ എന്നൊരു കണ്ടം ചെയ്ത കരിവീരനാണ് തിടമ്പേറ്റിയത്. ഡൽഹി പൂരം തീർത്തും ഏകപക്ഷീയവും അനാകർഷകവുമായി മാറി. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പിടികിട്ടിയില്ല. എന്തുകൊണ്ട് ഗുജറാത്ത് മാതൃകയിൽ എല്ലാ ബാറും ബിവറേജ് കോർപ്പറേഷനും പൂട്ടിക്കുന്നില്ല എന്ന് സർക്കാർ വക്കീലിനോട് ചോദിച്ചു. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കാനാണ് ഉമ്മൻഗാന്ധി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. ഒന്നുകിൽ എല്ലാ ബാറും പൂട്ടണം, അല്ലെങ്കിൽ എല്ലാം തുറക്കണം. ചതിയിൽ വഞ്ചന പാടില്ല എന്ന് ശഠിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഉമ്മൻ സർക്കാരിൻ്റെ എപ്പേർപ്പെട്ട മദ്യനയം സെപ്റ്റംബർ 30 വരെ നടപ്പാക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിട്ട് ഹർജികൾ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കണം. അതുവരെ ബാറുകൾ കച്ചവടം തുടരും. സർക്കാരിൻ്റെ പരാജയം സിൻഡിക്കേറ്റ് പത്രങ്ങൾ സ്വാഭാവികമായും ആഘോഷിച്ചു. ബാറിൽ കാലിടറി എന്ന് മംഗളം പരിഹസിച്ചു. ബാർ ഉടമകൾക്ക് ഒരു സ്മോൾ ആശ്വാസം എന്ന് കേരള കൗമുദി തലക്കെട്ടെഴുതി. കേസ് കേൾക്കാൻ വളരെ മനപ്രയാസമുള്ള, കേട്ട കേസുകൾ വിധി കൽപ്പിക്കാൻ വൈമനസ്യമുള്ള ഒരു ജഡ്ജിയുടെ മുന്നിലാണ് ഓണം കഴിഞ്ഞ് ബാറുകാരുടെ കേസുകൾ പരിഗണനയ്ക്കെത്തുന്നത്.
2015 സെപ്റ്റംബർ 30 ആയാലും വിധി വരും എന്ന് പേടിക്കണ്ട. അതുകൊണ്ട് ആശ്വാസം സ്മോളല്ല, ഡബിൾ ലാർജാണ്. സുപ്രീം കോടതിയിൽ സർക്കാരിനുണ്ടായ പരാജയം പ്രതിപക്ഷ നേതാവിനെ മത്തുപിടിപ്പിച്ചു. UDFിൻ്റെ ബുദ്ധികെട്ട നയത്തിന് അർഹിക്കുന്ന തിരിച്ചടിയാണ് കിട്ടിയതെന്ന് പ്രതികരിച്ചു. VSൻ്റെ ഈ ആഹ്ലാദ പ്രകടനം മുസ്ലിം ലീഗുകാരെ പ്രകോപിതരാക്കി. അച്ചുമ്മാനെ പരിഹസിച്ചുകൊണ്ട് ചന്ദ്രിക പത്രം 1-ാം പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ വിമർശിക്കാൻ ഉമ്മൻചാണ്ടി കൂട്ടാക്കിയില്ല. ഇതൊരു വലിയ തിരിച്ചടിയൊന്നുമല്ല, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് പ്രതികരിച്ചു. അതേസമയം സുപ്രീം കോടതിയുടെ നിലപാട് മദ്യമന്ത്രി ബാബുവിനെ ദുഃഖിതനാക്കി. പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾ കൂടി തുറപ്പിക്കാൻ ഉത്തരവിടാഞ്ഞതാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ദുഃഖിപ്പിക്കുന്നത്. അത് പുറത്തു പറയാൻ നിവൃത്തിയില്ല എന്ന് മാത്രം. സുപ്രീം കോടതി ഉത്തരവ് വന്ന അതേ ദിവസം UDF യോഗം ചേർന്ന് മദ്യനയത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. കേസ് കോടതിയിൽ തോൽക്കത്തക്ക വിധത്തിൽ വാദിക്കാൻ അഡ്വക്കേറ്റ് ജനറലെ ചുമതലപ്പെടുത്താനും പൂട്ടിക്കിടക്കുന്ന 418 ബാർ കൂടി തുറപ്പിച്ച് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. UDF തീരുമാനം മുസ്ലിം മാനേജ്മെൻറ്റുള്ള പത്രങ്ങൾ വലിയ ആവേശത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. മുജാഹിദുകാർ നടത്തുന്ന വർത്തമാനത്തിൽ സുപ്രീം കോടതി വിധിയേക്കാൾ വലിയ വാർത്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ വിപ്ലവകരമായ ഈ തീരുമാനമായിരുന്നു. എന്നാൽ വർത്തമാനത്തോളം ശുഭപ്രതീക്ഷ ഉള്ളവരല്ല മാധ്യമം പത്രം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവർ UDFിൻ്റെയും സർക്കാരിൻ്റെയും മദ്യവർജന നയത്തെക്കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത എഡിറ്റോറിയൽ അന്നൊക്കെന്ന് അടിച്ചുവിട്ടു. പിറ്റേന്ന് മറ്റ് സിൻഡിക്കേറ്റ് പത്രങ്ങളും അതേ പാത പിന്തുടർന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ജാഗ്രതയില്ലാത്തതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതെന്ന് അവർ വ്യാഖ്യാനിച്ചു. എന്നാൽ കോടതി ഉത്തരവും മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണവും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തെ ദുഃഖിപ്പിച്ചു. കോടതിയെ വിമർശിച്ചുകൊണ്ടും സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും വിശ്വവിഖ്യാതമായ മദ്യനയത്തെ ശ്ലാഘിച്ചുകൊണ്ടും പത്രം ഒന്നാന്തരം ഒരു മുഖപ്രസംഗം പാസാക്കി. ഇനി വീക്ഷണം മുഖപ്രസംഗം എഴുതാഞ്ഞതുകൊണ്ട് മദ്യനയം ദുർബലമായി എന്ന് ഒരാളും പരാതി പറയുകയില്ല. മദ്യനയമല്ല, അത് നടപ്പാക്കിയ രീതിയാണ് പാളിയതെന്ന് അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അഭിപ്രായപ്പെട്ടു. മദ്യവർജനം ഘട്ടം ഘട്ടമായി വേണം നടപ്പാക്കാൻ. ആദ്യഘട്ടത്തിൽ ഈഴവരുടെ ബാറുകൾ പൂട്ടിക്കണം. അടുത്ത ഘട്ടത്തിൽ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ബാറുകളും പൂട്ടിക്കണം. ഒടുവിൽ കത്തോലിക്കരുടെ ബാറുകൾ മാത്രം തുറന്ന് കച്ചവടം നടത്തണം. സർക്കാരിൻ്റെ മദ്യനയം തിരുത്തണമെന്ന് വെള്ളാപ്പള്ളി നടേശനേക്കാൾ ആഗ്രഹിക്കുന്നത് ധനമന്ത്രി കരിങ്ങോഴക്കൽ മാണിയാണ്. ബാർ പൂട്ടാൻ ആലോചിച്ചപ്പോഴേക്കും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അവതാളത്തിലായി. ഖജനാവ് കാലിയായി. ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന അവസ്ഥയുണ്ടായി. മദ്യനയത്തോട് എതിർപ്പുള്ള മാധ്യമങ്ങൾ അത് വലിയ സംഭവമായി അവതരിപ്പിച്ചു. സർക്കാരിൻ്റെ ഖജനാവ് പൂട്ടിയാലും പേടിക്കാനില്ല. ബിവറേജസ് കോർപ്പറേഷൻ്റെ ഖജനാവ് പാഞ്ചാലിയുടെ അക്ഷയപാത്രമാണ്. 300 കോടി അവിടെ നിന്നെടുത്ത് സർക്കാർ തൽക്കാലത്തേക്ക് തടി രക്ഷിച്ചു. ഘട്ടം ഘട്ടമായി ബാർ പൂട്ടിക്കുന്നത് തെറ്റില്ല. ബിവറേജസ് കോർപ്പറേഷൻ എങ്ങാൻ പൂട്ടിയാൽ പിന്നെ കരിങ്ങുഴക്കൽ മാണി ചുരക്കത്തൊണ്ടെടുത്ത് പിച്ച തിണ്ടുന്നത് നമ്മൾ കാണേണ്ടി വരും. എമർജിംഗ് കേരള എന്ന ഓമന പേരിട്ട ആഗോള നിക്ഷേപക സംഗമത്തിൻ്റെ 2ാം ചരമവാർഷികം പ്രമാണിച്ച് ഉമ്മൻ സർക്കാർ യെസ് എന്ന ചുരുക്കപ്പേരിൽ യുവ നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. എമർജിംഗ് കേരള കൊച്ചിയിലെ ലേ മെറിഡിയനിലാണ് നടത്തിയതെങ്കിൽ യുവ നിക്ഷേപക സംഗമം മദ്യമന്ത്രിയുടെ ജന്മനാടായ അങ്കമാലിയിൽ അറ്റ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ് അരങ്ങേറിയത്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, KM മാണി, ഇബ്രാഹിം കുഞ്ഞ്, അനൂപ് ജേക്കബ് എന്നിവർക്കൊന്നും യുവാക്കളെ ആകർഷിക്കാൻ കഴിയില്ല എന്നുറപ്പുള്ളതുകൊണ്ട് സിനിമാ നടി റിമ കല്ലിങ്കലായിരുന്നു നിക്ഷേപക സംഗമത്തിൻ്റെ പ്രധാന ആകർഷണം. മാത്രമല്ല ത്രസിപ്പിക്കുന്ന റോക്ക് ഷോയും സംഘാടകർ ഒരുക്കിയിരുന്നു. നിക്ഷേപക സംഗമത്തിന് ഒപ്പനയും കോലുകളിയും പോരാ, റോക്ക് ഷോ തന്നെ വേണം എന്ന് മുസ്ലിം ലീഗുകാർക്ക് വരെ അറിയാം. നിക്ഷേപക സംഗമത്തെക്കാളും +2 കച്ചവടത്തെക്കാളും ലീഗുകാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് വിവാഹ ധൂർത്ത് അവസാനിപ്പിക്കുന്നതിനാണ്. ചന്ദ്രിക പത്രം വിവാഹാർഭാടത്തിനെതിരെ ദൈനംദിനാടിസ്ഥാനത്തിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതുമാത്രം പോരാ എന്ന് തോന്നിയിട്ട് എഡിറ്റ് പേജിൽ ഒരു പരമ്പര തന്നെ ആരംഭിച്ചു. കണ്ണീരിൽ കുളിപ്പിക്കുന്ന കല്യാണ ആഘോഷങ്ങൾ. ഏതേ ദിനങ്ങളിൽ എത്ര രൂപ ധൂർത്തടിക്കാമെന്ന് ചന്ദ്രിക വായനക്കാരെ ബോധവൽക്കരിച്ചു. വിവാഹാർഭാട വിരോധത്തെ മുസ്ലിം ലീഗുകാർക്ക് മാത്രമായി വിട്ടുകൊടുക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഏതായാലും തയ്യാറില്ല. ചന്ദ്രിക പരമ്പര ആരംഭിച്ച അന്ന് തന്നെ മാധ്യമവും പരമ്പര തുടങ്ങി വെച്ചു. മംഗല്യം അഥവാ ധൂർത്തിൻ്റെ മാമാങ്കം. പണം ചെലവഴിക്കാനുള്ള നവീന മാർഗ്ഗങ്ങൾ ഇതിലൂടെ മാധ്യമവും വായനക്കാരെ പഠിപ്പിച്ചു. മാധ്യമവും ചന്ദ്രികയും വായിക്കുന്ന ഒരാളും ഇനിമേലിൽ നിരാർഭാട വിവാഹം നടത്താൻ മോഹിക്കില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ പൂർവാധികം ഭംഗിയായി നടക്കും. മുസ്ലിം ലീഗുകാരനായ വൈസ് ചാൻസലറെ പുറത്താക്കണമെന്ന് ലീഗുകാരും കോൺഗ്രസ്സുകാരുമായ സിൻഡിക്കേറ്റ് മെമ്പർമാർ പത്രസമ്മേളനം നടത്തി വിദ്യാഭ്യാസ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചു. വൈസ് ചാൻസലർ അധികം വൈകാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ നിർബന്ധിതനാവും. കതിരൂർ മനോജ് കൊലക്കേസ് CBIക്ക് വിടാൻ തന്നെ സർക്കാർ തീരുമാനിച്ചു. വാർത്ത സിൻഡിക്കേറ്റ് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു.
പിണറായി വിജയനെ അല്ലെങ്കിൽ പി ജയരാജനെയെങ്കിലും പൂട്ടാൻ CBIക്ക് കഴിയുമെന്നാണ് ഉമ്മനും ചെന്നിയും മനപ്പായസമുടുന്നത്. RSSകാരനെ കൊന്ന കേസ് CBIക്ക് വിടുന്നതിന് മന്ത്രിസഭാ യോഗത്തിൽ മൂത്ത ലീഗുകാർ ആരും എതിർത്തില്ലെങ്കിലും യൂത്ത് ലീഗുകാർക്ക് ചില്ലറ മനപ്രയാസം തോന്നി. ഷുക്കൂർ കൊലക്കേസ് CBIയെ ഏൽപ്പിക്കാത്ത സർക്കാർ മനോജ് കൊലക്കേസ് CBIക്ക് വിട്ടതാണ് പുറമേക്ക് പറയുന്ന കാരണം. മാറാട് ഗൂഢാലോചന എങ്ങാനും CBI അന്വേഷിച്ചാലോ എന്ന പേടിയും ലീഗുകാർക്കുണ്ട്. ചെന്നിത്തല പോലീസ് അരിച്ചു പറക്കിയിട്ടും കിട്ടാഞ്ഞ മുഖ്യപ്രതി സഖാവ് വിക്രമൻ കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നാന്തരമായി കീഴടങ്ങി. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് കോടതി പരിസരത്തെത്തിയ സഖാവ് മജിസ്ട്രേറ്റിന് മുന്നിൽ ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പാർട്ടിയുടെ സ്ഥിരം വക്കീൽ ജാമ്യ ഹർജിയുമായി മുൻകൂർ ഹാജരാവുകയും ചെയ്തു. പക്ഷേ കണ്ണൂരെ മജിസ്ട്രേറ്റ് അതിലും വലിയ വേന്ദ്രനാണ്. അദ്ദേഹം സഖാവിനെ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. അടിച്ചും ഇടിച്ചും തൊഴിച്ചും ഉരുട്ടിയും ആ പാവത്തിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നിയമപാലകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉടനെ ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് വാരാന്ത്യത്തിൻ്റെ പ്രതീക്ഷ. കതിരൂർ കൊലക്കേസ് CBIക്ക് വിട്ടു എന്ന് കരുതി ഒന്നിനും കൊള്ളാത്ത ഉണ്ണാമന്മാരാണ് ചെന്നിത്തല പോലീസ് എന്ന് കരുതരുത്. എറണാകുളത്തിനടുത്ത് ചേരാനെല്ലൂരിൽ മോഷണം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത വീട്ടുജോലിക്കാരിയെ നിയമപാലകർ അടിച്ചും ഇടിച്ചും കണ്ണിൽ മുളകരച്ചെഴുതിയും സത്യം തെളിയിക്കാൻ ശ്രമിച്ചത് സാമാന്യം വിവാദമായി. കുറ്റം തെളിഞ്ഞില്ല എന്ന് മാത്രമല്ല, പരാതിക്കാരൻ ഒളിവിൽ പോകേണ്ട സാഹചര്യവും ഉണ്ടായി. നല്ലവരായ നാട്ടുകാർ സമരരംഗത്താണ്. സ്ഥലം സബ് ഇൻസ്പെക്ടറെയും ഒരു വനിതാ കോൺസ്റ്റബിളിനെയും അവരവരുടെ വീടിനടുത്തുള്ള സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി മേലുദ്യോഗസ്ഥന്മാർ തടി കഴിച്ചിലാക്കി. പ്രജാക്ഷേമൈക തൽപരനും ആഭ്യന്തരമന്ത്രിയുടെ വലകയ്യുമായ എറണാകുളം MLA ആണ് പോലീസുകാരുടെ കാവൽ മാലാഖ. നാട്ടുകാർ എത്ര സമരം ചെയ്താലും ഈ നാട്ടിൽ ഇത്രയൊക്കെ നടക്കും. ഡോക്ടർ UR അനന്തമൂർത്തിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പുതിയ ലക്കം പുറത്തു വന്നു. ഡോക്ടർ രാജൻ ഗുരുക്കൾ, ഡോക്ടർ KM സീരി, K രാജഗോപാൽ എന്നിവരുടെ അനുസ്മരണ ലേഖനങ്ങളും അനന്തമൂർത്തിയുമായി K രാജഗോപാൽ, പ്രൊഫസർ N മനു ചക്രവർത്തി എന്നിവർ നടത്തിയ അഭിമുഖ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന K മധുവിൻ്റെ അനുഭവക്കുറിപ്പുകളുമാണ് ഇതിലുള്ളത്. അനന്തമൂർത്തിയുടെ ആജന്മ സുഹൃത്തായിരുന്ന വീരേന്ദ്ര മുതലാളിയുടെ ഒരു ലേഖനം കൂടി വേണ്ടതായിരുന്നു. മലയാളക്കരയിൽ നമ്പൂതിരിമാർ ഒരുപാടുണ്ടെങ്കിലും നമ്പൂതിരി എന്ന് മാത്രം പറഞ്ഞാൽ തിരിച്ചറിയപ്പെടുന്ന ഒരാളേ ഉള്ളൂ. വരയുടെ പരമശിവൻ എന്നറിയപ്പെടുന്ന രേഖാചിത്രകാരൻ കരുവാട്ട് വാസുദേവൻ നമ്പൂരി. നമ്പൂതിരിയുടെ വിശേഷങ്ങളാണ് ഗ്രന്ഥാലോകം മാസികയുടെ കവർ സ്റ്റോറി. നമ്പൂതിരിയുമായി സിനിമാ സംവിധായകൻ ഷാജി N കരുൺ നടത്തിയ അഭിമുഖ സംഭാഷണം, പിന്നെ വിജയകുമാർ മേനോൻ, N രാധാകൃഷ്ണൻ നായർ, ഡോക്ടർ S നജീബ്, ബൈജു ദേവ് എന്നിവരുടെ ലേഖനങ്ങൾ, കൂടെ നമ്പൂതിരി വരച്ച രേഖാചിത്രങ്ങൾ. പഴയ തലമുറയിലെ പ്രമുഖ പത്രാധിപർ പൊതുജനം കാർത്തികേയനെ പരിചയപ്പെടുത്തുന്നു. കൗമുദി ത്രൈമാസികയുടെ പുതിയ ലക്കം. കേരള കൗമുദിയുടെ മുഖ്യ പത്രാധിപരും പൊതുജനം സായാഹ്ന പത്രത്തിൻ്റെ ഉടമസ്ഥ പത്രാധിപരും കൗമുദി വാരികയിലെ കോളം എഴുത്തുകാരനുമായിരുന്നു കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ പരമരസികൻ കുറിപ്പുകളും നർമ്മലേഖനങ്ങളുമാണ് കൗമുദി പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പത്രാധിപരും മാർക്സിസ്റ്റ് സൈദ്ധാന്തികനുമായിരുന്ന സഖാവ് P ഗോവിന്ദപിള്ളയെക്കുറിച്ച് മകനും മാധ്യമപ്രവർത്തകനുമായ MG രാധാകൃഷ്ണൻ എഴുതിയ 3 ലേഖനങ്ങൾ മാതൃഭൂമി ബുക്സ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. വായിച്ചു തീരാത്ത അച്ഛൻ. മംഗളത്തിനു വേണ്ടി രാധാകൃഷ്ണൻ PGയുമായി നടത്തിയ അഭിമുഖവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ വെള്ളപ്പൊക്കമാണ് ദേശീയ രംഗത്ത് ഏറ്റവും അധികം കൂളനക്കം സൃഷ്ടിച്ചത്. കാശ്മീരിലെ പ്രളയ വാർത്ത കേട്ടയുടൻ പ്രധാനമന്ത്രി അവിടെ പറന്നെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാശ്മീർ പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ നിയോഗിച്ചു. പാക് അധിനിവേശ കാശ്മീരിലേക്കും സഹായമർത്തിക്കാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചു. മോഡി സാറിൻ്റെ നല്ല മനസ്സിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നന്ദി പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സംയോജിതമായ ഇടപെടലിനെ കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദും ദിഗ്വിജയ് സിംഗും വരെ പ്രശംസിച്ചു. നമ്മുടെ പഴയ പിത്തക്കാടി പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ എന്ന് അവർ ഇരുവരും ആലോചിച്ചു കാണും. കേരളത്തിൽ നിന്നടക്കമുള്ള വിനോദസഞ്ചാരികൾ പ്രളയകാലത്ത് കാശ്മീരിൽ കുടുങ്ങിപ്പോയി. കേരളം മദ്യനിരോധന സമിതി അധ്യക്ഷൻ ജേക്കബ് ബണ്ണാറപ്രായിൽ കോർ എപ്പിസ്കോപ്പ ദൈവകാരുണ്യത്താൽ രക്ഷപ്പെട്ടു. 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള സമരം അദ്ദേഹം ഇനി അങ്ങോട്ട് ഊർജിതമായി തുടരുന്നതായിരിക്കും. സ്തോത്രം കർത്താവേ സ്തോത്രം. ദുരിതം അനുഭവിക്കുന്ന കാശ്മീരി സഹോദരന്മാർക്ക് സഹായമെത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമി എല്ലാ ദീനി വിശ്വാസികളോടും അഭ്യർത്ഥിച്ചു. മുസ്ലിം ലീഗുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഇതേ മാതൃക പിന്തുടരും എന്നുറപ്പാണ്. എന്നാൽ കാശ്മീരികളെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന പരിപാടി മുസ്ലിം സംഘടനകൾക്ക് പതിച്ചു കൊടുക്കാൻ കത്തോലിക്കർ തയ്യാറില്ല. ദീപിക പത്രവും കാരിത്താസ് ഇന്ത്യയും ചേർന്ന് പണപ്പിരിവിന് ആഹ്വാനം നൽകിക്കഴിഞ്ഞു. കാരിത്താസിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ കഴുത്തിൽ വെന്തിങ് ഇടേണ്ടി വരും എന്ന് നിർബന്ധമാണ്. ലാത്തൂരിലും കച്ചിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ ദുരിതാശ്വാസ നിധി പിരിച്ച മലയാള മനോരമ എന്താണ് കാശ്മീരികളുടെ ദുരന്തം കണ്ട് മടിച്ചു നിൽക്കുന്നത് എന്നാണ് വാരാന്ത്യത്തിന് ഇനിയും മനസ്സിലാകാത്തത്. ഉണ്ണുണ്ണിച്ചായൻ്റെയും മാത്തുക്കുട്ടിച്ചായൻ്റെയും മഹത്തായ മാതൃക മാമൻ മാത്യു മറന്നുപോയോ എന്തോ.
മതന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് നരേന്ദ്രമോദി സർക്കാരിന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി സർക്കാർ മുന്നേറുകയാണ്. ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ നയാ സവേര പരിപാടിയുടെ ഫുൾ പേജ് പരസ്യം മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള വർത്തമാനത്തിലും ചന്ദ്രികയിലും പ്രസിദ്ധീകരിച്ചു. മാധ്യമവും സിറാജും തേജസും മോഡിയെ മോശക്കാരനാക്കാൻ വേണ്ടി പരസ്യം നിരാകരിച്ചതാണോ എന്നറിയില്ല. പുതുതായി ആരംഭിക്കുന്ന സ്കോളർഷിപ്പുകളും ഫെല്ലോഷിപ്പുകളും നജ്മ ഹെപ്തുള്ളയുടെ തറവാട്ടുകാരനവരായിരുന്ന മൗലാന ആസാദിൻ്റെ പേരിലാണ് ആരംഭിക്കുന്നത്. നെഹ്റു കുടുംബക്കാരോളം ഇല്ലെങ്കിലും മൗലാന ഫാമിലിക്കാരും കുടുംബസ്നേഹമുള്ളവരാണ്. എന്ത് വില കൊടുത്തും ഡൽഹി ഭരണം പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. MLA-മാർക്ക് 4 കോടി മുതൽ മേൽപോട്ടാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് പേടിയുണ്ടായിട്ടില്ല. അനാവശ്യമായ നഷ്ടം പൊതുഖജനാവിലേക്ക് വരുത്തി വെക്കേണ്ടല്ലോ എന്ന താല്പര്യം മാത്രമാണ് അവരെ നയിക്കുന്നത്. ഡൽഹിയിൽ BJP-യുടെ സർക്കാർ ഉണ്ടായിരിക്കണം എന്നാണ് ഷീല ദീക്ഷിതും ആഗ്രഹിക്കുന്നത്. അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ജയിക്കില്ല, ജയിച്ചാലും താൻ മുഖ്യമന്ത്രിയാകില്ല എന്ന് ദീദിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പിന്നെ ആം ആദ്മി പാർട്ടിയേക്കാൾ ഭേദം BJP തന്നെ. നിതാരി കൂട്ടക്കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സുരീന്ദർ കോഹ്ലിയെ തൂക്കിലേറ്റുന്നത് 11 മണിക്കൂറിൽ സുപ്രീം കോടതി വിലക്കി. ഇന്ദിര ജയ്സിംഗ് എന്നൊരു മുതിർന്ന അഭിഭാഷകയാണ് പാതിരാത്രി ജഡ്ജിമാരെ വീട്ടിൽ പോയി വിളിച്ചുണർത്തി തൂക്ക് ദണ്ഡന സ്റ്റേ ചെയ്യിപ്പിച്ചത്. കഴുത്തിൽ കുടുക്കിടുന്നതിന് കൃത്യം 3.25 നാഴിക മുമ്പ് വിവരം ജയിൽ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. നീതി നടത്താൻ നമ്മുടെ ന്യായാധിപന്മാർക്കുള്ള വ്യഗ്രത അഭിനന്ദിക്കാൻ തന്നെ. മാധ്യമപ്രവർത്തകർക്കുള്ള ഈ വർഷത്തെ ഗോയങ്ക അവാർഡ് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ വിതരണം ചെയ്തു. മാതൃഭൂമിയിലെ T. സോമനും രജി R. നായരും അവാർഡ് സ്വീകരിച്ച വാർത്ത മാതൃഭൂമി അഭിമാനപൂർവ്വം പ്രസിദ്ധീകരിച്ചു. മനു C. കുമാറും ശ്വേത ഠാക്കൂറും അവാർഡ് വാങ്ങുന്ന ചിത്രം മലയാള മനോരമയും പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനിയിലെ R. സാമ്പന് അവാർഡ് കിട്ടിയ കാര്യം വിപ്ലവ പത്രവും അറിയിച്ചു. മറ്റ് പത്രങ്ങളിലെ ലേഖകർക്കാർക്കും ഈ വർഷം അവാർഡില്ല. അതുകൊണ്ട് അവയിലൊന്നും വാർത്തയും വന്നില്ല. ന്യൂയോർക്കിലെ ഫ്ലഷിംഗ് മെഡോയിൽ അമേരിക്കൻ ഓപ്പൺ ടെന്നീസ് മത്സരങ്ങൾ സമാപിച്ചു. ജപ്പാൻ്റെ കെയി നിഷിഗോരിയെ ഏകപക്ഷീയമായ 3 സെറ്റുകൾക്ക് കീഴ്പ്പെടുത്തി ക്രൊയേഷ്യക്കാരൻ മരീൻ സീലിച്ച് ചാമ്പ്യനായി. 5 അടി 10 ഇഞ്ച് ഉയരമുള്ള ജപ്പാൻകാരൻ 6.5 അടിക്കാരനായ സീലിച്ചിന് മുമ്പിൽ കീഴടങ്ങിയല്ലാതെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. വനിതാ വിഭാഗത്തിൽ സെറീന വില്യംസ് തുടർച്ചയായി 3-ാം വട്ടവും കിരീടം ചൂടി. ഫൈനലിൽ സെറീന ഡെൻമാർക്കുകാരി കരോളിന വോസ്നിയാക്കിയെ തോൽപ്പിച്ചു. ഇത് സെറീനയുടെ 18ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. സെറീനയുടെ മധുര 18 മലയാള പത്രങ്ങൾ ആഘോഷിച്ചു. മധുര 18-ൽ അഴകുള്ള സെലീന എന്ന് തലക്കെട്ട് എഴുതിക്കൊണ്ട് മംഗളം മറ്റ് സകല പത്രങ്ങളെയും ബഹുദൂരം പിന്നിലാക്കി. ഫ്ലഷിംഗ് മെഡോയിൽ നിന്നുള്ള ഏറ്റവും വലിയ വാർത്ത ഇതൊന്നുമല്ല. ബ്രസീലുകാരൻ ബ്രൂണോ സോറസുമായി ചേർന്ന് നമ്മുടെ സാനിയ മിർസ മിക്സഡ് ഡബിൾസ് കിരീടം ചൂടി. ഇന്ത്യക്കാരിയാണെന്നതിൽ അഭിമാനിക്കുന്നു. ഈ വിജയം ഇന്ത്യക്കും തെലങ്കാനയ്ക്കുമായി സമർപ്പിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻകാരനെ കെട്ടി ദുബൈയിൽ സ്ഥിരതാമസക്കാരിയായ സാനിയയുടെ ഈ പ്രഖ്യാപനം കേട്ട് തെലങ്കാനയിലെ മൊത്തം BJP-കാരും നാണിച്ച് തലതാഴ്ത്തി. സാനിയ മിർസയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.